ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ഡിജിറ്റ് സമ്മിന്റെ അഡീഷൻ അതുപോലെ തന്നെ സബ്ട്രാക്ഷന്റെ മെത്തേഡ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിസം ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ രണ്ട് വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കാം. അപ്പോൾ എന്താണ് ഡിജിസം? ഓൾറെഡി ക്ലാസ് കണ്ടവർക്ക് അറിയാം. ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഒരു നമ്പറിന്റെ ഡിജിറ്റ് അഥവാ അക്കങ്ങൾ തമ്മിൽ കൂട്ടി അവസാനം അതിനെ ഒരു ഷോർട്ടസ്റ്റ് ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് മാറ്റുന്നതിനാണ് ഡിജിസം എന്ന് പറയാം. നമ്മൾ ഡിജിസം അഡീഷന്റെ കേസിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. 9ന്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലും അതേ സംഖ്യ ഡിജിസമായിട്ട് കിട്ടുമെന്ന് പഠിച്ചു അല്ലെ. ഇവിടെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ ഒന്നിന്റെ ഡിജിസം 9 ആണ്. അതിന്റെ കൂടെ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ ഫൈനൽ ഡിജിസം 9 തന്നെ വരും. ഓക്കെ, 9ന്റെ കൂടെ ഏത് സംഖ്യ ഗുണിച്ചാലും അതിന്റെ ഡിജിസം എന്ന് പറയുന്നത് 9 തന്നെ ആയിരിക്കും. ആ ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ എക്സ്ട്രാ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. 9 × 2 നമുക്കറിയാം 18 ആണ് അല്ലെ. 18 എന്ന് പറയുമ്പോൾ ഡിജിസം എത്രയാണ്? 1 + 8 9 തന്നെ കിട്ടും. ഇനി നോക്കാം 9 × 5 നമുക്കറിയാം 9 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ആണ്. 45 പറയുമ്പോൾ 4 + 5 അതിന്റെ ഡിജിസമും 9 തന്നെ കിട്ടും. ഇങ്ങനെ 9ന്റെ കൂടെ എത്ര വലിയ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ ഡിജിസം ഫൈനൽ ഡിജിസം 9 തന്നെ കിട്ടും. 9 × 12 നമുക്കറിയാം 108 ആണ്. 108 എന്ന് പറയുമ്പോൾ അതിന്റെ ഡിജിസം നമുക്ക് എത്രയും 108ന്റെ ഡിജിസം 9 തന്നെ കിട്ടും അല്ലെ. അപ്പോ 9ന്റെ കൂടെ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലും എത്ര വലിയ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ ഫൈനൽ ഡിജിസം എന്ന് പറയുന്നത് 9 തന്നെ കിട്ടും. ആ ഒരു കാര്യം കൂടെ ഇവിടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ LHS = RHS നമുക്ക് പ്രൂവ് ചെയ്യാം. നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ച പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. 14 × 16 224 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഡിജിസം രണ്ടിന്റെയും ഈക്വലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തുല്യമായി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുക, 14 എന്ന് പറയുമ്പോൾ അതിന്റെ ഡിജിസം എത്ര വരിക? 5 ആണ് വരിക അല്ലെ. ഇവിടെ 16 എന്ന് പറയുമ്പോൾ അതിന്റെ ഡിജിസം 7 എന്ന് വരും. അപ്പോ 5 × 7 35. 35 എന്ന് പറയുമ്പോൾ ഡിജിസം എത്ര വരിക? 8 ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം 14 × 16 ഡിജിസം നമുക്ക് 8 എന്ന് കിട്ടി. ഇനി നമ്മുടെ ആൻസർ ആയ 224 ഡിജിസം എത്രയെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കാം, 2 + 2 4, 4 + 4 8. ഓക്കെ, അപ്പൊ നമ്മൾ LHS = RHS അല്ലെ. അതായത് നമ്മുടെ ചോദ്യത്തിന്റെയും നമ്മുടെ ആൻസറിന്റെയും ഡിജിസം 8 ആണ് നമുക്ക് കിട്ടി. ഇനി അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 6 × 3 6 + 3 അല്ലെ. 6 + 3 എത്രയാണ്? 9. 9 ഇൻറ്റു ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈ ഒരു സംഖ്യ ചെയ്യാൻ നിൽക്കണ്ട. ഈ ഒരു സംഖ്യയുടെ ഡിജിസം ചെയ്യാൻ നിൽക്കണ്ട. 9 × എനി നമ്പർ 9 × എനി നമ്പർ 9ന്റെ കൂടെ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാലും 9ന്റെ കൂടെ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാലും അതിന്റെ ഡിജിസം എന്ന് പറയുന്നത് 9 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ 63 × 52 എന്ന് പറയുമ്പോൾ 63ന്റെ ഡിജിസം 9 ആണ്. 9 × എനി നമ്പർ വന്നു കഴിഞ്ഞാൽ ഡിജിസം എത്ര തന്നെ കിട്ടും? ഡിജിസം 9 തന്നെ കിട്ടും. ഇനി നമ്മുടെ ആൻസറിന്റെ ഡിജിസം 9 ആണോ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് 2ഉം 7ഉം അല്ലെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം എന്താണ്? കൂട്ടിയാൽ 9 വരുന്ന സംഖ്യ നമ്മൾ 0 ആക്കി എടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ഇവിടെ 9 പോയി, ബാക്കിയുള്ളത് 6ഉം 3ഉം 9 അല്ലെ. അപ്പൊ ഇതിന്റെ ഡിജിസമും 9 തന്നെ കിട്ടി. ഓക്കെ, ഫൈൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൂട്ടിയിട്ട് 18 എന്ന് വരും അല്ലെ. 18 എന്ന് പറയുമ്പോൾ ഡിജിസം 9 തന്നെയാണ്, അങ്ങനെയും എടുക്കാം. ഇനി അടുത്ത് നോക്കുക. ഇവിടെ 7 + 2 9 തന്നെയാണ്. 9 × എനി നമ്പർ ഡിജിസം എന്ന് വരും 9 തന്നെ വരും. ഇനി നമ്മുടെ ആൻസറിന്റെ ഡിജിസം 9 ആണോ ചെക്ക് ചെയ്യാം. നോക്കുക, 8 3 പ്രാവശ്യം ഉണ്ട്, 24. 24 + 3 27. 27 എന്ന് പറയുമ്പോൾ അതിന്റെ ഡിജിസം എത്ര വരിക? 2 + 7 9 തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഗുണനത്തില് നമ്മുടെ ഡിജിസം മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ബേസിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം 786 × 108 × 9867. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്
ഈ രണ്ടാമത്തെ നമ്പർ 108ലേക്കാണ്. കാരണം 108ന്റെ ഡിജിസം എന്ന് പറയുന്നത് 9 ആണ്. 108ന്റെ ഡിജിസം എന്ന് പറയുന്നത് 9 ആണ്. 9 ഇൻറ്റു എനി നമ്പർ, 9 ഇൻറ്റു എനി നമ്പർ അല്ലെ, 9 ഇൻറ്റു എനി നമ്പർ, ഡിജിസം എത്ര തന്നെ വരും? ഡിജിസം എന്ന് പറയുന്നത് 9 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മൊത്തം ചെയ്യാൻ പറ്റുമോ? വേണ്ട. കാരണം നമ്മൾ 108 കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലായി അതിന്റെ ഡിജിസം 9 ആണെന്ന് മനസ്സിലായി. 108ന്റെ ഡിജിസം 9 ആണെന്ന് നമുക്ക് കണ്ട ഉടനെ മനസ്സിലായി. അപ്പൊ 9 ഇൻറ്റു എനി നമ്പർ ഡിജിസം 9 കിട്ടും. ഇനി ആൻസറിൽ ഏതിന്റെ ഡിജിസം ആണ് 9 വരുന്നത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ സാധാരണ എക്സാമിന് ഈ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ, സിംപ്ലിഫിക്കേഷൻ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒരാളും ചെയ്യാൻ പറ്റില്ല അല്ലെ, പ്രത്യേകിച്ച് എക്സാമിന്. കാരണം ഒരു 4 അക്ക സംഖ്യ ഇൻറ്റു 3 അക്ക സംഖ്യ വീണ്ടും ഇൻറ്റു 3 അക്ക സംഖ്യ, വലിയൊരു അല്ലെ ആൻസർ നമുക്ക് കിട്ടുക. അപ്പോ ഡിജിസം വെച്ച്, ഡിജിസം മെത്തേഡ് അറിയുന്നവർ മാത്രമേ ഈ ഒരു പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ നിൽക്കുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ഡിജിസം 9 ആണെന്ന് കിട്ടി നമ്മുടെ ചോദ്യത്തിന്റെ. ഇനി നമ്മുടെ ആൻസർ ഓപ്ഷനിൽ ഏതിന്റെ ഡിജിസം ആണ് 9 കിട്ടുന്നത് ചെക്ക് ചെയ്യാം. ആദ്യം നോക്കാം. ആദ്യം കൂട്ടിയാൽ 9 കിട്ടുന്ന, അല്ലെങ്കിൽ 9 ഡയറക്റ്റ് വരുന്നതിന് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 9 ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഏതെങ്കിലും കൂട്ടിയാൽ 9 കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, അത് 9 ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ബാക്കിയുള്ള സംഖ്യ കൂട്ടി നോക്കാം. 8, 8 7 15, 15 5 20, 20 8 28, 28 8 36. 36 എന്ന് പറയുമ്പോ ഡിജിസം എത്ര തന്നെ വരും? 9 തന്നെ വരും. സോ നമുക്ക് വേണ്ടത് 9 തന്നെയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ അല്ലെ. ഇനി നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ രണ്ടാമത്തെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 9 പോയി. ഇനി കൂട്ടിയാൽ 9 കിട്ടുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ നോക്കാം. ഏതും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് സംഖ്യയിൽ കൂട്ടി നോക്കാം. 8 4 12, 12 7 19, 19 5 24, 24 8 32, 32 8 40, 46 എന്ന് വരും. 46 പറയുമ്പോൾ ഡിജിസം 4 + 6 10, 10 എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിജിസം 1 ആണ്. നമുക്ക് വേണ്ട 9 ആണ്. ഓപ്ഷൻ ബി അല്ല. അടുത്ത ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം 9 എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നോക്കാം. 5 + 5 10, 10 18, 18 പറയുമ്പോൾ 9 ആണ് അല്ലെ. അപ്പൊ അതും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് 8 7 15, 15 8 23, 23 6 29, 29 എന്ന് പറയുമ്പോൾ ബാക്കി 2 അല്ലെ. 9 ക്യാൻസൽ ആയിട്ട് ബാക്കിയുള്ള ഡിജിസം 2 ആണ്. സോ അതുമല്ല, നമുക്ക് വേണ്ട ഡിജിസം 9 ആണ്. ഓപ്ഷൻ എയിലാണ് ഡിജിസം 9 കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. 95 × 105 സിമ്പിൾ പ്രോബ്ലം. അതായത് എക്സാമിന് ഇങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും മൾട്ടിപ്ലൈ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെ. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡിജിസം വെച്ച് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 9 പോയി, ബാക്കിയുള്ളത് 5 ആണ്. ഇൻറ്റു 105 എന്ന് പറയുമ്പോൾ 1 + 5 6 കിട്ടി. 5 × 6 എത്രയാണ്? 30 അല്ലെ. 30 എന്ന് പറയുമ്പോൾ ഡിജിസം 3, 3 + 0 3 എന്ന ഡിജിസം കിട്ടി. ഇനി ഓപ്ഷൻ ഏതിലാണ് 3 നോക്കാം. ഇവിടെ നോക്കി 9 പോയി, 9 പോയി 8 ഒന്ന് 9 ആണ്. അപ്പൊ ഇതിന്റെ ഡിജിസം 9 ആണ്. നമുക്ക് വേണ്ടത് 3 ആണ്. സോ ഓപ്ഷൻ എ അല്ല ആൻസർ. ബി നോക്കാം. 9 പോയി 9 പോയി, ബാക്കിയുള്ളത് 3 + 5 8 ആണ് അല്ലെ. നമുക്ക് വേണ്ടത് 3 ആണ്. സോ ബിയും അല്ല ആൻസർ. അടുത്ത് നോക്കി. 9 പോയി 9 പോയി, 6 5 11, 11 പറയുമ്പോൾ 1 + 1 2 ആണ് വരിക. നമുക്ക് വേണ്ട 3 ആണ്. സോ അതുമല്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 99 75. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 9 പോയി 9 പോയി, 7 5 12 ആണ്. 12 പറയുമ്പോൾ 1 + 2 3. നമുക്ക് വേണ്ടത് 3 തന്നെയാണ് അല്ലെ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 99 75. അടുത്ത പ്രോബ്ലം 104² - 998². ഡിജിസം നോക്കാം. ഇത് സ്ക്വയർ വന്നാലും ഒന്നുമില്ല, ജസ്റ്റ് ആ നമ്പറുടെ ഡിജിസം എടുക്കുക. ഇവിടെ നോക്കാം. 1 + 4 5, 5 എഴുതി കഴിഞ്ഞാൽ ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ എന്തുകൊണ്ട് തന്നിട്ടുണ്ട്? സ്ക്വയർ വന്നിട്ടുണ്ട്. ആ സ്ക്വയർ ഈ ഡിജിസമിന്റെ അതിനും കൂടെ കൊടുക്കും. മൈനസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാട്ടോ. എക്സാമിന് ഇങ്ങനെ സെപ്പറേറ്റ് എഴുതാൻ നിൽക്കരുത്. ഡയറക്റ്റ് ഇവിടെ 5ന്റെ സ്ക്വയർ 25 എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഇത് എഴുതുന്നു. ഇനി അടുത്ത് നോക്കാം. ഇവിടെ എത്ര വരും? 9 പോയി 9 പോയി, ബാക്കിയുള്ള 8 ആണ് അല്ലെ. അപ്പോ 8ന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് 5ന്റെ സ്ക്വയർ 25 മൈനസ് 8ന്റെ സ്ക്വയർ 64. 25 പറയുമ്പോൾ ഡിജിസം എത്ര വരും? 7 വരും.
മൈനസ് 64 പറയുമ്പോൾ 6 + 4 10 10 എന്ന് പറയുമ്പോൾ 1. അപ്പൊ 7 മൈനസ് അല്ലെ 7 മൈനസ് 1 നമുക്ക് എത്ര കിട്ടി? ഡിജിസം. നമ്മുടെ ഫൈനൽ ഡിജിസം നമുക്ക് എത്ര കിട്ടിയത്? 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഓപ്ഷനിൽ ഏതിന്റെ ഡിജിസം ആണ് 6 വരിക നോക്കുക. അതായിരിക്കും നമ്മുടെ ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ 1 2 3 5 ഡിജിസം 5 ആണ് അല്ലെ. സോ അതല്ല നമ്മുടെ ആൻസർ. അടുത്ത് നോക്കി 1 3 4 2 6 അല്ലെ. നമുക്ക് വേണ്ടത് 6 തന്നെയാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് ബാക്കിയുള്ള ചെക്ക് നോക്കാം. 2 4 6 7 ആണ് ഇതിന്റെ ഡിജിസം. അതല്ല 2 4 6 7 ആണ് ഇതിന്റെ ഡിജിസം അല്ലെ. അപ്പൊ അതുമല്ല, നമുക്ക് വേണ്ടത് ഡിജിസം 6 ആണ്. ഓപ്ഷൻ ബി ആണ് ഡിജിസം 6 വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത പ്രോബ്ലം. ആദ്യം 1 + 7 8 ആണ് 17 ഡിജിസം. ഇൻറ്റു ഇവിടെ 1 + 1 2 ആണ്. ഇൻറ്റു ഇവിടെ 7 മൈനസ് 70 പറയുമ്പോൾ ഡിജിസം 7 തന്നെ വരും അല്ലെ. നോക്കുക, ഗുണിക്കുക. ആദ്യം ഇത് 2 ഗുണിക്കുക. 8 × 2 16. 16 എന്ന് പറയുമ്പോൾ ഡിജിസം ഡയറക്റ്റ് എഴുതണം, 7 എന്ന് എഴുതണം. അപ്പോ ജസ്റ്റ് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി അത് മാത്രം എഴുതുന്നു. ബാക്കിയുള്ള എത്രയാണ്? ഇൻറ്റു 7 മൈനസ് 7 അല്ലെ. വീണ്ടും ഗുണിക്കുക. 16 എന്ന് പറയുമ്പോൾ ഡിജിസം എത്രയാണ്? 7 ആണ് അല്ലെ. അപ്പോ ഇവിടെ 7 × 7 എന്നായി മാറി. ഓക്കെ, ഇപ്പൊ 7 × 7 എത്രയാണ്? 49. 49 എന്ന് പറയുമ്പോൾ ഡിജിസം 9 കട്ടായിട്ട് ബാക്കി 4 ഉണ്ടാവുള്ളൂ. അപ്പൊ 4 വരും അല്ലെ. 4 മൈനസ് ഇവിടെ കൂടെ ഉണ്ട് 7 ഉണ്ട്. 4 മൈനസ് 7 മൈനസ് 3. ഓക്കെ, ഇപ്പൊ മൈനസ് വന്നു കഴിഞ്ഞാൽ ഡിജിസം മൈനസ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ കൂടെ 9 കൂട്ടുക അല്ലെ. അപ്പൊ -3 + 9 6 എന്ന ഫൈനൽ ഡിജിസം കിട്ടും. 6. ഇനി ഓപ്ഷനിൽ ഏതിന്റെ ഡിജിസമാണ് 6 വരിക നോക്കാം. ആദ്യം 9 പോയി, ബാക്കിയുള്ളത് 3 4 5 ആണ്. നമുക്ക് വേണ്ട 6 ആണ്. സോ അതല്ല. അടുത്ത് 9 പോയി, 8 1 9 പോയി, ബാക്കിയുള്ളത് 1 ആണ് അല്ലെ. അപ്പൊ അതുമല്ല. ഇവിടെ 9 പോയി, 8 1 9 പോയി, ബാക്കിയുള്ളത് 2 ആണ്. സോ അതുമല്ല. സോ പിന്നെ ആയിരിക്കും ആൻസർ. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 9 പോയി, 3 2 5 1 6. നമുക്ക് വേണ്ടതും 6 തന്നെയാണ് അല്ലെ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത പ്രോബ്ലം. ആദ്യം 338ന്റെ ഡിജിസം നോക്കുക. 3 3 6 6 8 14 എന്ന് പറയുമ്പോൾ ഡിജിസം 5 എന്ന് വരും. ഇൻറ്റു ഇവിടെ 9 പോയി, ബാക്കിയുള്ളത് 7 ആണ്. മൈനസ് ഇവിടെ 8 1 9 പോയി, ബാക്കിയുള്ളത് 8 ആണ്. ഓക്കെ, ഇവിടെ എന്ത് വരും നോക്കാം. 5 × 7 35. 35 മൈനസ് 8. ഇതൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ഇതിന്റെ ഡിജിസം എഴുതണം. 35 എഴുതാൻ നിൽക്കരുത്. 8 മൈനസ് 8 0 അല്ലെ. നമുക്കിവിടെ ഡിജിസം 0 കിട്ടി. അപ്പോ 0 വന്നു കഴിഞ്ഞാൽ സ്റ്റക്ക് ആവരുത്. എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഡിജിസം മെത്തേഡില് 0 എന്നുള്ളത് എന്തിന് തുല്യമാണ്? 9ന് തുല്യമാണ് അല്ലെ. നമ്മൾ കാരണം 9നെ നമ്മൾ 0 ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഡിജിസം 0 കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തിന് തുല്യമാണ്? 9ന് തുല്യമാണ് അല്ലെ. അപ്പോ 0 വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 9 ആക്കി എടുക്കാം. ഇനി ഓപ്ഷൻ ഏതാ 9 വരിക നോക്കാം. ആദ്യം ഇവിടെ 9 പോയി, ബാക്കി 5 3 8 1 9. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. ഡിജിസം 9. ജസ്റ്റ് ബാക്കിയുള്ള ചെക്ക് നോക്കാം. 9 പോയി, 5 3 8 9 പോയി, ബാക്കിയുള്ള 1 ആണ് ഡിജിസം. 9 9 പോയി, ബാക്കി 5 2 7 1 8 ആണ് ഇവിടുത്തെ ഡിജിസം. സോ അതുമല്ല. നോക്കി 9 പോയി, ബാക്കി 5 3 8 9 പോയി, ബാക്കിയുള്ളത് 2 ആണ്. സോ അതുമല്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഡിജിസം 9 കിട്ടുന്നത് അല്ലെ. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ആദ്യത്തെ 8 1 9 പോയി, ബാക്കിയുള്ള 1 ആണ് അല്ലെ. അപ്പൊ 1ന്റെ സ്ക്വയർ തന്നെയാണ്. മൈനസ് ഇവിടെ 9 പോയി, ബാക്കിയുള്ളത് 1 1 2 ആണ്. 2 ഇൻറ്റു ഇവിടെ 7 8 9 9 പ്ലസ് ഇവിടെ 5 1 6 1 7 ഇൻറ്റു ഇവിടെ 2 1 3 1 4 മൈനസ് ഇവിടെ 6 1 7 1 8 ഇൻറ്റു ഇവിടെ 1 2 3. ഇനി ഇതിനെ ചെയ്ത് നോക്കാം. 1 മൈനസ് 2 × 9 പറഞ്ഞപ്പോൾ ഡിജിസം 9 വരും അല്ലെ. 9 × എനി നമ്പർ 9 കിട്ടും. പ്ലസ് 7 × 4 28. 28 എന്ന് പറയുമ്പോൾ
ഡിജിസം എത്ര വരും? 8 + 2 10 പറയുമ്പോൾ 1 വരും. മൈനസ് ഇവിടെ 8 × 3 24 അല്ലെ? 24 എന്ന് പറയുമ്പോൾ ഡിജിസം 6 കിട്ടും. ഓക്കെ, ഇവിടെ 9 ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് 1 + 1 -6 അല്ലെ? 2 - 6 -4 കിട്ടി. മൈനസ് കിട്ടിക്കാൻ എന്ത് ചെയ്യണം? +9 ചെയ്യണം. അപ്പൊ നമുക്ക് 5 കിട്ടി. ഡിജിസം 5. ഓപ്ഷൻ നോക്കുക, ഡയറക്റ്റ് 5 വാല്യൂ ഉണ്ട് അല്ലെ? സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 5. വെരി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം നോക്കാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഡിവിഷൻ മെത്തേഡ് നമുക്ക് പെർസെന്റേജിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലെ? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. എല്ലാവർക്കും അറിയാം 30% പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെ എഴുതുക? 30/100 എന്നാണ് എഴുതുക അല്ലെ? ഇവിടെ നോക്കുക, 30% ഡിവിഷൻ എത്ര വരും? ഇവിടെ 3 വരും ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ഡിവിഷൻ എത്രയാണ്? 1 ആണ് അല്ലെ? അതായത് 100 എന്ന് പറയുമ്പോൾ ഡിവിഷൻ 1 ആണ്. ഒരു നമ്പർ ഡിവൈഡ് ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിന്റെ വാല്യൂ മാറില്ല അല്ലെ? അപ്പൊ നമുക്കിവിടെ 30% വരുന്ന പ്രോബ്ലത്തിന് ഡിനോമിനേറ്റർ അല്ലെ? ഡിനോമിനേറ്റർ ഡിവിഷൻ 1 ആയതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്കിത് എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഈ 30 മാത്രം നമുക്ക് എടുത്താൽ മതി അല്ലെ? 30 മാത്രം നമുക്ക് എടുത്താൽ മതി 30%. അപ്പൊ ഇവിടെ 30%, 30 മാത്രം. 30 പറയുമ്പോൾ ഡിവിഷൻ എത്ര വരും? 3 വരും. ഓഫ് പറഞ്ഞാൽ ഇൻഡു ആണ്. 400 ഡിവിഷൻ 4 പ്ലസ് 25% അതുപോലെ എന്തെടുത്താൽ മതി? 25 മാത്രം എടുത്താൽ മതി അല്ലെ? ഡിവൈഡ് ബൈ 100 ഇതിന്റെ ആവശ്യമില്ല. കാരണം ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ഡിവിഷൻ ഡിനോമിനേറ്ററിൽ 1 തന്നെയാണ് അല്ലെ? അപ്പൊ ഇതിന്റെ മാത്രം എടുത്താൽ മതി. 2 + 5 7. ഓഫ് എന്ന് പറയുമ്പോൾ ഇൻഡു. ഇവിടെ നോക്കാം, 6 × 3 9 പോയി, ബാക്കിയുള്ളത് 5. എന്തുവരും? 3 × 4 12 അല്ലെ? 12 പ്ലസ് 7 × 5 35. ഇതൊന്നും എഴുതാൻ നിൽക്കരുത്, ഡയറക്റ്റ് ഡിവിഷൻ എഴുതണം. ഇവിടെ എത്ര വരും? 3 വരും. ഇവിടെ 8 വരും. ഓക്കെ, അപ്പോ ഇവിടെ 11 എന്ന് പറയുമ്പോൾ ഡിവിഷൻ 2 എന്ന് കിട്ടും. ഓക്കെ, ഈ ഓപ്ഷൻ ഏതാ 2 വരിക നോക്കാം. ആദ്യത്തെ 5 × 4 9 പോയി, ബാക്കിയുള്ളത് 2 ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. ജസ്റ്റ് അടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ എന്ത് വരും? ഇവിടെ 3 വരും ഡിവിഷൻ. ഇവിടെ 8 × 2 10 14 എന്ന് പറയുമ്പോൾ ഡിവിഷൻ 7 വരും. ഇവിടെ 4 × 3 7 2 9 വരും. നമുക്ക് വേണ്ട 2 ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കുക, ഇഫ് a = 102, then find the value of a × a² - 3a + 3. എയുടെ വാല്യൂ 102 തന്നിട്ടുണ്ട്. a = 102. അപ്പൊ അതിന്റെ ഡിവിഷൻ കാണാം. എത്ര വരും? 1 + 2 3. അപ്പൊ ഇവിടെ എക്ക് 102 പകരം എന്ത് കൊടുത്താൽ മതി? നമ്മുടെ ഡിവിഷൻ 3 കൊടുത്താൽ മതി. ഓക്കെ, ഈ ഡിവിഷൻ അറിയാത്തവർ എന്ത് ചെയ്യും? 102 കൊടുക്കും. 102 ഇൻറ്റു അല്ലെ? 102 കൊടുത്തിട്ട് ഇവിടെ എങ്ങനെ ചെയ്യും? 102 ഇൻറ്റു 102ന്റെ സ്ക്വയർ അല്ലെ? -3 × 102 + 3 എന്നൊക്കെ പറഞ്ഞ് ചെയ്യും അല്ലെ? വലിയ കാൽക്കുലേഷൻ വരും. ഇപ്പൊ ഡിവിഷൻ എത്ര പറയുന്നത് എന്ത് ചെയ്യും? ജസ്റ്റ് 102 വരെ 3 കൊടുക്കും. 3² 9 മൈനസ് 3 × 3 പ്ലസ് 3 അല്ലെ? എന്തൊരു 3 × 9 മൈനസ് 9 പ്ലസ് 3 അല്ലെ? 9 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് 3 × 3 9 കിട്ടി. ഓക്കെ, നമ്മുടെ ഫൈനൽ ഡിവിഷൻ 9 കിട്ടി. ഇനി ഓപ്ഷൻ ഏതാ 9 വരിക നോക്കാം. ആദ്യത്തെ 1 ഉം 3 ഉം 4, 4 ഉം 3 ഉം 7, 7 ഉം 2 ഉം 9. നമുക്ക് വേണ്ട 9 തന്നെയാണ് അല്ലെ? സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് അടുത്ത ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 ആണ് ഇതിന്റെ ഡിവിഷൻ. സോ അതല്ല. അടുത്ത് 1 2 3 ആണ് ഡിവിഷൻ. അതല്ല. ഇവിടെ 9 എല്ലാം പോയി, ബാക്കിയുള്ള 2 ആണ് ഡിവിഷൻ. സോ അതുമല്ല. നമുക്ക് വേണ്ടത് 9 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കി. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ശ്രദ്ധിക്കുക. p = 99 അല്ലെ? അപ്പോൾ ഡിവിഷൻ മെത്തേഡ് അറിയാത്തത് എന്ത് ചെയ്യും? പിക്ക് 99 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 99 × 99² പ്ലസ് 3 × 99 പ്ലസ് 3 എന്നൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഇത്ര വലിയ കാൽക്കുലേഷൻ ഡിവിഷൻ മെത്തേഡ് അറിയുന്നത് എന്ത് ചെയ്യും? p 99 പറഞ്ഞാൽ ഡിവിഷൻ എന്ത് തന്നെയാണ്? 9 തന്നെയാണ് അല്ലെ? 9 ക്യാൻസൽ ചെയ്തിട്ട്, അതായത് 0 എന്താണ്? 9 തുല്യമാണ്. അപ്പൊ നമ്മളിവിടെ നോക്കാം. 9 × നമുക്കറിയാം 9 × എനി നമ്പർ. 9 × എനി നമ്പർ. ഇവിടെ 9 ബ്രാക്കറ്റ് പറഞ്ഞ ഇൻഡു അല്ലേ?
അതിന്റെ ഉള്ളിൽ ഇനി എന്തോ വന്നോട്ടെ, ഇവിടെ എത്രയോ അഡീഷൻ എന്തൊക്കെയോ വന്നോട്ടെ, നമുക്ക് നോക്കേണ്ട ഒരു കാര്യമില്ല. 9 ഇൻറ്റു എനി നമ്പർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിജിസം എന്ന് പറയുന്നത് 9 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ നമുക്ക് ഡയറക്റ്റ് ഡിജിസം 9 കിട്ടി. ഇനി ഓപ്ഷൻ ഏതാ 9 വരിക നോക്കിയാൽ മതി. പെട്ടെന്ന് പറയാം, ഓപ്ഷൻ ബി ആണ് ഡിജിസം 9 വരുന്നത്. കാരണം ഇവിടെ അല്ലേ എല്ലാ 9ന്റെ വരുന്നത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യും, 0 എന്ന് എടുക്കും അല്ലെ. 0 പറഞ്ഞത് തുല്യമാണ് 9 തുല്യമാണ്. വേണമെങ്കിൽ ജസ്റ്റ് അടുത്ത ഗുണം ചെക്ക് ചെയ്യാം. ഇവിടെ 9 പോയി. 3 ഇൻറ്റു 8 24 എന്ന് പറയുമ്പോൾ ഡിജിസം 6 ആണ് അല്ലെ. നമുക്ക് വേണ്ട 9 ആണ്. സോ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ സി നോക്കാം. 9 പോയി, ഇവിടെ 9 പോയി, ഇവിടെ അതേപോലെ തന്നെ 24 എന്ന് പറയുമ്പോൾ 6 ആണ് വരുന്നത്. സോ അതുമല്ല. 9 പോയി, 9 പോയി, ബാക്കി ഇവിടെയും 24 എന്ന് പറയുമ്പോൾ 6 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡിജിസമിന്റെ മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.